ആശ്വാസകിരൺ എന്ന് പറഞ്ഞൊരു പദ്ധതിന്ന് ഞാൻ എന്റെ പ്രൊഫഷണൽ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മേനോട് ഒന്നും ചെയ്യില്ല. ഒരു കുഴപ്പമില്ല, അത് സന്തോഷം കൊണ്ട് കുടിക്കണ, സ്നേഹം കൊണ്ട് കുടിക്കണ. ഉണ്ണി നോക്കാൻ വന്നതാ. അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണേ. അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ അടുക്കളയിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. മീനുണ്ടാവുമല്ലോ. അമ്മ മീൻ കൂട്ടില്ലേ? ഞാൻ കൂട്ടുമല്ലോ. അമ്മയ്ക്ക് നോക്കാം, അമ്മയെ നോക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്. അതിനോടൊപ്പം ഞാനും നോക്കട്ടെ. ഒരൊറ്റ പെണ്ണുങ്ങളെനൊക്കെ കണ്ടുകൂടാ. എല്ലാ പെണ്ണുങ്ങളും കള്ളിയ. ഒരൊറ്റ പെണ്ണിനൊക്കെ കൊണ്ടെടുത്ത പക്ഷെ ഇതുപോലെ തലതെറിച്ചവരല്ല, നല്ല വിശ്വസ്തനായ ഒരാളെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോ. ഒരാളെ കിട്ടല്ലേ, ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചേ. എന്റെ സത്യം ഒരാളുണ്ട്. ഇതാണ് വീട്. ഈ വീടാ. അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പയച്ച് മരിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത്. അതാ കിടക്കുന്നുണ്ട്. അവിടെ ഉണ്ട്. അതാണ് രാഘവൻ. രാഘവട്ടോ, രാഘവട്ടാ, രാഘവട്ടോ. ഞാനാണേ സുഗതന. ഞാൻ രാഘവന്റെ ഒരു ജോലിയുടെ കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന. അയ്യാ, ഞാനിവിടെ ഉറങ്ങിപ്പോയി. ചോദിച്ചോ, പറഞ്ഞോ. അല്ല, കുറച്ച് ദിവസമായി ആ, അമ്മയ്ക്ക് ഒരു ലേശം സുഖമില്ല. അപ്പൊ ഒന്ന് വന്ന് നിക്കാൻ പറയാൻ വേണ്ടിട്ടാണേ. അമ്മക്ക് അന്ന് സുഖേട്? അമ്മയ്ക്ക് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, വേറെ വീട്ടിലെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവാനേ. അതെന്താ പറയാനൊരു മടി? അല്ല, ഒറ്റയ്ക്ക് നിർത്തി പോവാൻ ഒരു ബുദ്ധിമുട്ട്. അതെ, ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ റോഡിലേക്കൊക്കെ ഇറങ്ങി പോയി. അപ്പൊ ഒന്ന് നോക്കാൻ ഒരാള് വേണം. അതാണ്. എന്താ വട്ടാന്ന്? അല്ല, അങ്ങനല്ല, ചെറിയൊരു മാനസികമായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ട് ചില സമയത്തെ. എന്താ? ഒന്നല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി പുറത്തേക്കൊക്കെ റോഡിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു പോവുക. അതാണ്. അതെയാ? ആ. അപ്പൊ നിങ്ങളെ വീട്ടിലായിരിക്കും മുമ്പ് വട്ടുണ്ടാ? വട്ടുണ്ടാവും ആയിരിക്കും. അല്ല, ഇതങ്ങനെ പാരമ്പര്യമായിട്ടുള്ളതല്ല. സത്യന്റെ അച്ഛനെ ആ, പെട്ടെന്ന് മരണപ്പെട്ടപ്പോണ്ടായ ഒരു ഷോക്കാണ് എന്റെ അമ്മയ്ക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചിലപ്പോ ഇങ്ങനെ ഒരു മെമ്മറി മാറിയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കും. മരുന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് എടുത്ത് കൊടുക്കൊക്കെ ചെയ്യാം. ഉപദ്രവിക്കുവാ? ഉപദ്രവിക്കുവാ? ഇല്ലില്ല ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ മരുന്നൊക്കെ എടുത്ത് കൊടുത്തു. ഇപ്പൊ വീട്ടിലാരും ഒരാളൊപ്പം വേണോണ്ട് ഇപ്പം പണിക്കൊന്നും പോകാൻ പറ്റില്ലേ. ആശാരി പണിയാണ്. ശരിക്കും എന്നും നല്ല പണിയുണ്ട്. പക്ഷെ അമ്മേനെ ഇട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ അമ്മേനെ നോക്കാൻ ഒരാളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പണിക്ക് പോയി വരാലോ. ഞാൻ വരാ. എനിക്ക് ദിവസം 800 റുപ്യ കിട്ടണം. എത്ര? 800 ദിവസം? അതൊന്നും ശരിയാവില്ലല്ലോ. 800 കൊടുക്കാൻ പറ്റുള്ളൂ. 800 റുപ്യ വെച്ചിട്ട് കൊടുക്കല് നടക്കില്ല. അതാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു 600 റുപ്യ എടുക്കാം. 600 കൊടുക്കാം. 600 കൊടുക്കും? 600 മറ്റേ ഗവൺമെന്റിന് കിട്ടാനുള്ളതുണ്ടല്ലോ, അത് കിട്ടുമ്പോ 600 അങ്ങനെ കൊടുക്കാറ്. 600 കൊടുക്കാം. രാഘവട്ടാ, ഇപ്പൊ ഈ 800 വെച്ചൊന്നും തരാണ്ടാവില്ല. പക്ഷെ ഒരു 600 വെച്ച് തരാം. ഇങ്ങനെയാണ് പറ്റുമോ? 600. എപ്പം വരണ്ടേ? എപ്പം വരണ്ട്? വരല്ലതേ, അത് പിന്നെ
നമുക്ക് ഗവൺമെന്റ് മറ്റേ പൈസ കിട്ടാണ്ടല്ലോ. അത് ആ പൈസ 600 അത് കിട്ടുമ്പോഴത്തേക്ക് അത് എപ്പോഴാ കിട്ടാൻ നോക്കാം. അത് കിട്ടിയിട്ട് നമുക്ക് വിവരം പറയാം. അപ്പൊ ആ സമയത്ത് മൂപ്പര് വന്നാൽ മതി. അതാ നല്ല. അപ്പൊ നമുക്ക് ഒന്ന് വിളിക്കാം. അല്ല, ഈ സർക്കാരിൽ നിന്നേ ഇങ്ങനെ വയ്യാത്തവർക്ക് എന്തോ ആനുകൂല്യങ്ങൾ കിട്ടണ്ടേ, അത് കിട്ടിക്കഴിഞ്ഞാലേ പറയാന്നാ പറഞ്ഞേ. അപ്പൊ സർക്കാരിന്റെ അമ്മ? അല്ല, എല്ലാവരും സർക്കാരിന്റെ ആണല്ലോ. അപ്പൊ അതിലെങ്ങനെ അസുഖമുള്ളവരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടേ. എന്നാ ഞാൻ ഒരു കാര്യം പറയാം, എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഒന്നും ചെയ്യില്ല. അല്ല, അങ്ങനെ അങ്ങനെ ഒന്നും കാണിക്കൊന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ പിന്നെ അപ്പൊ ഞങ്ങള് വിളിക്കാം. വിളിക്ക്. ശരി ശരി. വീട്ടുള്ളാണെങ്കിലും തന്നെ പരിപാടി. അയ്യോ, ഈ ഉറക്കം ആടെ പോയി കറക്കം. അയ്യോ, ഏതായാലും ഒരു പണിയായി. എന്തൊക്കെയായിരുന്നു രാവിലെ അടിപൊളി കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, അമ്മയെ നോക്കുന്നതിന് വൈകുന്നേരം ആകുമ്പോ 500 രൂപയും. അടികൊണ്ട് ചാവാഞ്ഞ ഭാഗ്യം. കഴുത്തിന് ഞാൻ കിട്ടിയാർന്നുണ്ടല്ലോ അപ്പട്ട തീർന്നേനെ. അവര് കളരിയാന്നറ ചേട്ടാ, ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കുസ്തിക്കാരി വിചാരിച്ചു കാണുമ്പോ. എല്ലാം കിട്ടിയില്ലേ? കാക്കടി അടി കാലക്കന്നെ മാറൂല, കൈക്കടി കൈക്കന്നെ അടി. എങ്ങനെ നോക്കിയാലും തിരിഞ്ഞും മറിഞ്ഞും കളിക്കാൻ പറ്റുന്നില്ല. അമ്മ ഞാൻ ചോദിക്കട്ടെ, അവിടെ നിന്ന് കൂലിയൊക്കെ കിട്ടിയാ? പോവാ, കൂലി കിട്ടാണ്ട് അടി വാങ്ങി കൊണ്ടുവന്നു. ഞാനൊരു ഐഡിയ പറഞ്ഞു കേട്ടോ. എന്താ ഐഡിയ? ഇത്രയും അടി കിട്ടിയിട്ട് ദേഹമാസകലം നീര് വന്നു. ഡോക്ടറെ കണ്ട് അപ്പൊ ഇത്ര രൂപ ചെലവാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഏത് ഡോക്ടർ? അതേ ഡോക്ടർ ആവട്ടെ, നീ ഞാൻ പറയുന്ന ആദ്യം കേക്ക്. ഇതിന് ഒരു എത്ര രൂപ നമുക്ക് വാങ്ങിക്കാം? എനിക്കൊരു കിട്ടുവോ? ഒരു 10,000 10,000 ചോദിക്കാം. സത്യശീലനെ നമ്മൾ വാങ്ങിക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് ഡോക്ടറെ കണ്ടിട്ട് കുറച്ച് സ്കാനിങ് ചെയ്ത് കുറച്ച് എക്സ്റേ എടുത്തിനെല്ലാം പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? എടാ, നിന്നെയൊക്കെ പൊട്ടനാണെന്ന് വിചാരിച്ചു. നീ ആളെ ബുദ്ധിമാനല്ലോ. ഓടാ, ഒരു സന്തോഷായി. അപ്പൊ തന്നെ പോയാലോ? നീ ഒരു കാര്യം ചെയ്യേ, ഒരു 2,000 രൂപ ഇങ്ങോട്ട് എടുത്തേ. എന്തിന്? ഇവിടെ 10 കിട്ടുന്നേ. 2,000 രൂപ തരും. വന്നിട്ട് 100 രൂപ കൂട്ടിട്ട് 200 രൂപ തരും. വാങ്ങിച്ചിട്ട് തരും. 10 കിട്ടൂലല്ലോ, ഡൈപ്പല്ലേ നിങ്ങള്. എങ്ങനെ 10 കിട്ടാൻ? ഇവരൊക്കെ വർത്താനം പറയാൻ പാടില്ല. ഇവരോടൊന്നും ഒന്നും പറയാൻ നിൽക്കണ്ട. നെഗറ്റീവാണ് മൊത്തം. എല്ലാം നെഗറ്റീവ്. പോസിറ്റീവ് പറയടാ ഒരു ദിവസം. വലിയ പോസിറ്റീവ് ആണല്ലോ ഇപ്പൊ പറഞ്ഞു. പോയിട്ട് വരാം. വാ. ഹലോ സത്യേട്ടാ, നിങ്ങള് വീട്ടില് മറ്റേ ഉണ്ണി വന്നിട്ടില്ലേ അമ്മേനെ നോക്കാൻ വേണ്ടിട്ട്? എന്തോ അടിയൊക്കെ ആയി എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഉടായ്പായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പൈസ പിടിക്കാനുള്ള പരിപാടിയാ. ഫുൾ ഉടായ്പാ. നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്തേ വൈകിയത് എന്തേ? ട്രാഫിക് ബ്ലോക്ക്. ട്രാഫിക്കിന്റെ അവിടെ ഭയങ്കര റോഡൊക്കെ അവിടെ പണി നടക്കുന്നില്ലേ? അതായത് ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാല്, അതെ, ഇയാൾ ഇവിടെ വന്ന സമയത്ത് എന്റെ അമ്മ ഇയാളെ പിടിച്ചടിച്ചു, നല്ല ഇടി കൊടുത്തു. ഇയാളുടെ ഉള്ളൊക്കെ കലങ്ങി, നെഞ്ചൊക്കെ കലങ്ങി. ആശുപത്രി പോയി, ഒരു എക്സ്റേ എടുത്ത് നോക്കി, സ്കാൻ ചെയ്തു. അപ്പോഴാ മനസ്സിലായത് ഉള്ളിലാകെ നീരിക്കെട്ട് വന്നിട്ടുണ്ട്. ഇടി കൊണ്ടിട്ട്. വളരെ കഷ്ടം. കറക്റ്റ് അല്ലേ? അപ്പൊ അതിന്റെ ഒക്കെ നഷ്ടപരിഹാരമായിട്ട് ഇപ്പോ 10,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരണം. 5 പൈസ ഞാൻ തരില്ല. 5 പൈസ ഞാൻ തരില്ല. അതന്നെ തരൂലെന്നോ? ഇനി എങ്ങാനും എനിക്ക് കേസ് കൊടുക്കാനാണ് എന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം മാനസിക രോഗമുള്ള ആള് വേറൊരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ കേസ് കൊടുക്കാൻ ഒരു വകുപ്പില്ല. 5 പൈസ കിട്ടില്ല. മാത്രല്ല നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നീ ഞങ്ങൾക്ക് പൈസ വേണോ? ഞാൻ ഇപ്പൊ അമ്മയെ വിളിക്കാം. അമ്മേനെ വിളിക്കണ്ട. അമ്മോ, ഒരു ചായയിലാ തുടക്കം. ചായ കുടിച്ചിട്ട് പോയാലോ? ഞാൻ ചോദിക്കട്ടെ, പുള്ളി ഇതെങ്ങനെ അറിഞ്ഞത്? ഇവിടെ എല്ലാം ഏയാണ്. പുതിയ ടെക്നോളജി, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഇങ്ങനെ കിട്ടും. ഒരു വയറില കളി. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, സാറിനോട് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം
ലീവ് എടുത്താൽ മതിയാവോ? ചോദിച്ചു നോക്കട്ടെ ഏട്ടാ, മൊയ്തു സാറിനോടൊന്ന് ചോദിച്ചു നോക്കിയിട്ട് പറയാവേ. ഓക്കെ, ശരി ശരി, ഓക്കെ. മൊയ്തു സാറേ, നാളെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഒന്ന് ലീവ് എടുക്കണമായിരുന്നു. ലീവോ? ആ, എന്തിനത്? എനിക്ക് വിശേഷം ഉണ്ടായിരുന്നേ. അപ്പോ നാളെ ഉച്ചയ്ക്ക് ശേഷം സ്കാൻ ചെയ്യാൻ പോവാനാ. ഇതെന്തത്തെ ജമ്മത്? അല്ല, ആദ്യത്തെ കുട്ടി പറഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമായോ? 1 വർഷവും 1 മാസം. ഔ, വലിയ കിട്ടലാണ്. 1 വർഷം 1 മാസോ, അപ്പോഴേക്ക് രണ്ടാമത്തെ. എന്താ ഇപ്പൊ ഇത് കഥ? അതേ, ഇങ്ങനെ നടന്നോ ഈ കല്യാണം കഴിക്കാണ്ട? കണ്ടോ, കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 2 വർഷത്തിൽ രണ്ടാമത്തെ കുട്ടി ജനിക്കാൻ പോവാ. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ഇങ്ങനെ നടക്കണം, അല്ലാതെ ഒരാളുടെ കീഴിൽ ഇങ്ങനെ നടക്കുന്നൊന്നും എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഈ പറഞ്ഞോ കറക്റ്റാ. അപ്പൊ നിങ്ങൾ അനുഭവിച്ചോളി കേട്ടോ. ലീവ് ഞാൻ സാറിനോട് പറഞ്ഞ് ശരിയായി തരാം കേട്ടോ. ശരി. ആ, അല്ല, മൊയ്തു സാറിന് എത്ര കുട്ടികളുണ്ട്? എനിക്കിപ്പോ 4. നിങ്ങളാള് തരക്കേടില്ലല്ലോ. 4 എന്ന് പറഞ്ഞ പ്ലാനിങ്ങിലാണ്. ഇതുപോലെ പ്ലാനിങ് ഇല്ലാണ്ടൊന്നല്ല. കറക്റ്റ് 2 വർഷത്തിന്റെ ഗ്യാപ്പിൽ ഓരോ കുട്ടികളും പറഞ്ഞത്. ഇനിയിപ്പോ അടുത്ത 2 വർഷത്തിന് കാത്തിക്ക 5ാമത്തേന്. എന്തേ? ഒന്നുമില്ല. ഞാനെ പറ്റി ചിന്തിക്കണ്ട, പണിയെടുത്തോ. പിന്നെ ഞാൻ പറയാൻ മറന്ന്, നാളെ ഞാൻ ലീവാട്ടോ. എനിക്ക് നാളെ മൂത്ത മോന്റെ അഡ്മിഷനാ. നിങ്ങളെ ലീവിന്റെ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞോളാം. പറ്റാ. എന്തേരി ഇവിടെ തരുവാൻ വേണ്ടി വന്നു. ഇത് ചീർപ്പുണ്ടോ? എന്താ സാറേ? അതെ, ഇതൊന്ന് വായിച്ചു നോക്കി. ആ നടുത്തെ അതെ, ഇവിടെ തോർത്തിന്റെ മുണ്ടിന്റെ ഒന്നും കച്ചവടമില്ല. ഇതൊരു ഓഫീസാണിത്. തോർത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ കത്തോർത്ത് നേരിയ എന്താ സാധനം? എടോ, കാതോർത്താണ് പദ്ധതി അല്ലേ? അതല്ലേ? അതെ, മാറിപ്പോയി. എന്താ പ്രശ്നം? താങ്കളെ സാറിനോട് എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് പരാതി പറഞ്ഞു കൊടുക്ക്. പറയട്ടെ? പറയ്, കേക്കട്ടെ. ഈ പെണ്ണുങ്ങളെ വേദനിപ്പിച്ചാല് ഇവിടെ വന്ന് പരാതി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ സ്വന്തം പെണ്ണുങ്ങളെ വേദനിപ്പിച്ചിട്ട് ഈ നേരിട്ട് പരാതി പറയാൻ വന്നിക്കപ്പോടെ? എനക്കല്ല പരാതി, എന്റെ ഓക്ക. അന്റെ ഭാര്യ? അത് അമ്മായി മെല്ലപ്പോളെ ഇങ്ങനെ ചീത്ത പറയും. അമ്മായിമ്മയോ? അമ്മായിമ്മ എന്ന് പറഞ്ഞപ്പോ അന്റെ അമ്മയോ ഓളമ്മയോ? ഓളമ്മ, എന്റെ അമ്മായിയമ്മ. ഓളമ്മ നിങ്ങളെ കൂടെ താമസിക്കണേ? അല്ല, ഓല് തിരുവല്ലല്ല. തിരുവല്ലല്ലോ? നിങ്ങളെവിടെയാ? ഞാൻ പടേരാ. ഞാൻ പണ്ട് ആടെ പണിക്ക് വയ്ക്കുന്നു. അന്നേരം കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്നാ. ശരി. അപ്പൊ ഈ അമ്മായിമ്മ ചീത്തറനായിട്ട് അടുത്ത് ബസ് കയറി ഇവിടെ വന്ന് ചിത്രന്ന് തിരിച്ചു പോല? ഓലെല്ലപ്പം മുട്ടുമ്പം വരും, എന്റെ എന്തെല്ലോ ബായി തോന്നി വിളിച്ചു പറയും, ഓല് പോകും. എന്തൊരു കഥ! ചീത്ത പറയാനായിട്ട് തിരുവല്ലെന്ന് വരികയാണ് മോളെ. അത് ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ എന്റെ ഓക്ക് തിരുവല്ലയിൽ ഒരു 5 സെന്റ് വസ്തു ഉണ്ട്. അപ്പൊ ആ വസ്തുവിൽ ഞങ്ങൾ വീടുണ്ടാക്കി താമസിക്കണമെന്നാണ് അമ്മായിമ്മ പറയുന്നത്. അപ്പോൾ അമ്മ പറയുന്നത് അങ്ങനെ താമസിച്ചൂടെങ്കിൽ എനക്ക് പറ്റൂല. ഓളെ വീട്ടിൽ വെറുതെ ഞാൻ പോവില്ല. ഇവിടെ തന്നെ താമസിക്കുള്ളൂ? എനിക്ക് വളരെ വീടും സ്ഥലമുണ്ട്, ഞാൻ സന്തോഷത്തോടെ കഴിയുന്നില്ലേ. പിന്നെ വെറുതെ ഓളെ വീട്ടിൽ പോണോ? ഇതേ, ഈ സ്ത്രീകൾക്ക് നേരെയുള്ള നടക്കുന്ന ഈ അക്രമങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. കാതോർത്തെന്നാണ് പദ്ധതിന്റെ പേര്. അപ്പൊ ഓരെ വിളിച്ചിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, നിയമോപദേശം കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. എടോ, എനിക്ക് അമ്മായിമനൊന്ന് വരട്ടിക്കൂടെ? ആര്, ഞാനോ? ഞാൻ വരട്ടൂല. എനക്ക് നേരിവട്ടം കിട്ടൂല്. അത് ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പണി, ഇവിടെ കംപ്ലൈന്റ് തന്നിട്ടുണ്ടെന്ന് അമ്മായിമ്മയുടെ അടുത്തൊന്ന് പറയും. അപ്പൊ അമ്മായിമ്മ ഒന്ന് പേടിക്കും. എന്നിട്ട് ഈ ഓളവിടെ കൊണ്ടുവരണോ? ഓളാണ് കംപ്ലൈന്റ് തരാം, ഇയ്യല്ല. ഓള് കംപ്ലൈന്റ് തന്നാലേ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഓളും കൂടി വന്നാ മതി കേട്ടോ. ചെല്ലു. എന്താ പോന്റെ കഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തിരുവല്ലെന്ന് അമ്മായിമ്മ ചീത്തറിയാനായിട്ട് വടകര വരിക ബസ് പിടിച്ചിട്ടേ, എന്നിട്ട് തിരിച്ചു പോവുക. അല്ലാത്ത കഥയാണ്. കത്തോർത്ത് എടോ, എനിക്ക് അമ്മായിമ്മനൊന്ന് വരട്ടിക്കൂടെ? ആര്, ഞാനോ? ഞാൻ വരട്ടൂല. അതെ, എനക്ക് നേരിവട്ടം കിട്ടൂല്. അത് ശരി.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പണി ഇവിടെ കംപ്ലൈന്റ് തന്നിട്ടുണ്ടെന്ന് അമ്മായിമ്മേടെ അടുത്തൊന്ന് പറയും. അപ്പൊ അമ്മായിമ്മ ഒന്ന് പേടിക്കും. എന്നിട്ട് ഈ ഓളവിടെ കൊണ്ടുവരണോ? ഓളാണ് കംപ്ലൈന്റ് തരാം, അല്ല ഇയല്ല. ഓള് കംപ്ലൈന്റ് തന്നാലേ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. വരുവാൻ പറയാം. ആ ഓളും കൂടി വന്നാ മതി കേട്ടാ. എന്നാ ചെല്ല്. എന്താ പോന്റെ കഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തിരുവല്ലയിൽ നിന്ന് അമ്മായിമ്മ ചീത്തറിയാനായിട്ട് വടകര വരിക ബസ് പിടിച്ചിട്ടേ, എന്നിട്ട് തിരിച്ചു പോവുക. അല്ലാത്ത കഥയാണ്. കത്തോർത്ത്, കാതോർത്തല്ല കത്തോർത്താണ്. അവിടെ സിസ്റ്റം ഒന്ന് ഹാങ് ആയി. ഈ ഫയലൊന്നും എടുത്ത് ഇതൊന്നും എടുക്ക്, അതൊന്നും എടുക്ക്. ആ സിസ്റ്റം അതൊന്ന് വിളിച്ചിട്ടേ ഞാൻ പറയാം ശരിയാക്കണം. അത് കുറച്ച് ദിവസമായി അതിന്റെ. കുറച്ച് പഴയ സിസ്റ്റം ആണല്ലോ, അതാണ്. ഇതിനും ഇടക്കിടക്ക് ഒരു ഹാങ് വരുന്നുണ്ട്. എല്ലാം വയസ്സായി. ഓ വിളിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തേ സാറേ? സാർ നമസ്കാരം. എന്താണ് എന്താണ് ഞാൻ അവിടുത്തെ സാറ് വന്നിട്ടുണ്ടോ? എന്താ കാര്യം? എന്താ കാര്യം? എന്താ? അല്ല, സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അതിനു മുമ്പേ ആശ്വാസകിരണം പദ്ധതിയിൽ അതിനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായി. അപ്പോ നാളെ ഒരു പ്രാവശ്യം വന്നു കൊടുത്തിട്ടൊരു മാസമായി. അപ്പൊ ഒരു പ്രാവശ്യം വന്നിവിടെ ചോദിച്ചപ്പോ ആ സാറാണ് അത് എന്ന് പറഞ്ഞു. സാറ് വരുമോ? ആ സാറാണ് ഈ സാറ്. പറഞ്ഞോളി. എന്താ കാര്യം? എന്താണ് പ്രശ്നം? എന്താണെന്ന് പറയും. ഞാൻ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അപ്പൊ ആശുപത്രി കാണിക്കണം. കാണിച്ചു. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചോ? നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അല്ല, അതല്ല സാറേ, അമ്മയ്ക്ക് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടേ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യും. അപ്പൊ എപ്പോഴും ഒരാളിങ്ങനെ വീട്ടില് ഉണ്ടാവണം. അപ്പൊ ഞാൻ അങ്ങനെ പണിക്കൊന്നും പോകാതെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ വയ്യാത്ത ആളുകൾക്ക് മറ്റേ ഈ ആശ്വാസകിരണം അപ്പൊ അതിലൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കിട്ടിയ വലിയ ഉപകാരമാകും. അതിന് വേണ്ടിയിട്ട് അത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാ. കൊടുത്തിട്ട് ഒരു മാസമായി. എന്നിട്ട് ഞാൻ ഒരു 1-2 പ്രാവശ്യം ഞാൻ വന്നു. അപ്പൊ സാറിനെ കണ്ടില്ല അവിടെ. ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇവിടെ എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അത് പാസ്സായി എന്ന് പറയുന്നത് കേട്ടു സാറേ. ആരാ പറഞ്ഞു? തനിക്ക് ചെക്ക് കിട്ടിയോ? ചെക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പാസ്സായെന്ന് ആരാ പറഞ്ഞു? പാസ്സായത് കോയയുടെ ഞങ്ങളുടെ ഒരു മെമ്പർ ഉണ്ട്, കോയ. അപ്പോ കോയയുടെ മൂത്തുമ്മാന്റെ അവർക്ക് ആർക്കോ അങ്ങനെ കിട്ടിയെന്ന് കോയ പറഞ്ഞു. ആർക്കോ ആവട്ടെ. എന്ന് കിട്ടിയെന്നാ? ഡേറ്റ് ഓർമ്മ ഉണ്ടോ? ഡേറ്റ് പറഞ്ഞോ? ഡേറ്റ് എനിക്ക് എപ്പോഴാന്ന് പറയും. ഡേറ്റ് ഓർമ്മയില്ല സാറേ. പിന്നെ എന്ത് കണക്കിനെ കിട്ടിയെന്ന് പറഞ്ഞു? അല്ല, കോയ പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടിട്ട് ഇവിടെ ഒന്ന് ഉടായ്പ വർത്താനം പറയരുത്. എടോ, 2022 ആഗസ്റ്റിൽ 5 ജില്ലയിൽ കൊടുത്തു. സെപ്റ്റംബറിൽ 9 ജില്ലയിൽ കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള അപേക്ഷകളെല്ലാം ഇവിടെ കെട്ടിക്കിടപ്പുണ്ട് ഫയൽ. സാറേ, പറയാൻ മറന്നുപോയി. ആ ഫയലിരിക്കണൊക്കെ ചതിൽ പിടിച്ചു തുടങ്ങിയിരിക്കണം. കുഴപ്പമില്ല, അത് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല സാറേ, ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ശരിക്കും ഇത് കൊടുക്കാൻ വേണ്ടിട്ട് കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ സർക്കാരിന്റെ. കോടികളോ? 54 കോടി. സർക്കാർ ഇവിടെ ഇവിടെ തന്നെങ്കിൽ ആ കോടി ഇത് കുറച്ചെടുത്ത് ഇയാൾക്ക് കൊടുക്ക്. എന്ത് ഈ പറയുന്നത്? അല്ല, വിശേഷണ്ട് ഛർദിക്കാൻ പോയതാ. അതേപോലെ ലഡു മേടിക്കും. ഞാൻ എന്തിനു മേടിക്കണേ? അല്ല, മേടിക്കാൻ അവരോട് പറയാൻ. പറയാ, അവള് വരട്ടെ.